സുപ്രസിദ്ധനായ ഒരു മാന്ത്രികനായിരുന്നു കടമറ്റത്ത് കത്തനാർ. തിരുവിതാംകൂർ രാജ്യത്ത് കുന്നത്തുനാട് താലൂക്കിൽപ്പെട്ട കടമറ്റം എന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് കത്തനാർ ജനിച്ചത്. വളരെ ദരിദ്രമായിരുന്നു അവൻ്റെ കുടുംബം. ക്രിസ്ത്യാനികളായ അവൻ്റെ അച്ഛനമ്മമാർക്ക് കൂലിപ്പണിയായിരുന്നു തൊഴിൽ. രോഗം മൂലം അവൻ്റെ അച്ഛനമ്മമാർ മരിച്ചുപോയി. കൊച്ചു പൗലോസ് എന്നാണ് അവനെ എല്ലാവരും വിളിച്ചിരുന്നത്. അവന് സഹോദരങ്ങളോ ഉറ്റവരോ ഉടയവരോ ആരുമുണ്ടായിരുന്നില്ല. നിത്യവൃത്തിക്ക് യാതൊരു മാർഗവുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു ചെറ്റക്കുടലിൽ കഴിഞ്ഞുകൂടാൻ പൗലോസിന് ആയില്ല. താങ്ങാനാകാത്ത ദുഃഖത്തിൽ ഒരു ദിവസം അവൻ വീട് വിട്ടിറങ്ങി അടുത്തുള്ള പള്ളിയിൽ ചെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. മഴ പെയ്യുന്ന രാവിൽ വെളിച്ചം മാഞ്ഞു പോയി. ആശ്രയം ഏതുമില്ല ദൈവമേ, എന്നിൽ കനിയണേ. കൈവിടരുതേ കൈവിടരുതേ, ഞാനൊരു പാവം അനാഥൻ. അൽത്താരയിൽ നിൻ ക്രൂശിതരൂപം കണ്ടു, നിൻ പാതയിൽ ഞാൻ എന്നെ സമർപ്പിച്ചു. കരുണയുടെ കൈതാങ്ങേ തരില്ലേ എനിക്ക് ഭയം. യേശുവേ കൈവമേ കൈവിടരുതേ എന്നെ നീ. അവനൊരു യുവാവായി. എല്ലാ വിഷയങ്ങളിലും അതിനിപുണനായപ്പോൾ കത്തനാർ പൗലോസിന് ശെമ്മാശപട്ടം കൊടുത്തു. അന്നു മുതൽ പൗലോസ് ശെമ്മാശൻ എന്നറിയപ്പെടാൻ തുടങ്ങി. കത്തനാർക്ക് നിരവധി കന്നുകാലികളുണ്ടായിരുന്നു. ദിവസവും രാവിലെ ഒരു വേലക്കാരൻ അവയെ കാട്ടുപ്രദേശത്തേക്ക് തെളിച്ചു കൊണ്ടുപോകും. സന്ധ്യയാകുന്നതുവരെ അവയെ മേയാൻ വിടും. സന്ധ്യയാകുമ്പോൾ അയാൾ കന്നുകാലികളെയും കൊണ്ടു മടങ്ങി വരും. അയാൾ ഉച്ചഭക്ഷണം കൂടെ കൊണ്ടുപോകാറുള്ളതിനാൽ സദാ കന്നുകാലികളുടെ മേൽ ശ്രദ്ധ വയ്ക്കാൻ കഴിഞ്ഞിരുന്നു. ഒരു ദിവസം സന്ധ്യയ്ക്ക് മൃഗങ്ങളെ വീട്ടിലേക്ക് അടിച്ചു തെളിക്കാൻ തുടങ്ങുമ്പോൾ കാട്ടുചെടികൾക്കിടയിൽ ഒരനക്കം കേട്ടു. ഇടയൻ അങ്ങോട്ട് മുഖം തിരിച്ചപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. ഒരു കൂറ്റൻ കടുവ കാട്ടുചെടികൾക്കിടയിൽ നിന്ന് കന്നുകാലികളുടെ മേലേക്കൊരു ചാട്ടം. ഒരു പശുവിൻ്റെ മേൽ ചാടി വീണ് അതിൻ്റെ ചലനം നിലയ്ക്കും വരെ കടുവ പിടിവിട്ടില്ല. ഭയന്നുപോയ മറ്റു മൃഗങ്ങൾ കൂട്ട നിലവിളിയോടെ നാലുപാടും ചിതറിയോടി. സ്വന്തം ജീവൻ രക്ഷിക്കാനായി വേലക്കാരനും ഓടി. കന്നുകാലികളെ മടക്കിക്കൊണ്ടുവരാൻ വൈകുന്നത് എന്തെന്ന ചിന്തയോടെ കത്തനാർ മുറ്റത്തുളാത്തുകയായിരുന്നു. അപ്പോഴാണ് വേലക്കാരൻ നിലവിളിയോടെ ഓടി വന്നത്. ഒരു പശുവിനെ കടുവ കടിച്ചു വന്ന വിവരം കിതപ്പോടെ അയാൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. പ്രാണനെപ്പോലെ സ്നേഹിച്ചു വളർത്തുന്ന കന്നുകാലികൾക്ക് ഇങ്ങനെ അപകടം നേരിട്ടതിൽ കത്തനാർ ദുഃഖിച്ചു. വേലക്കാരെയെല്ലാം വിളിക്കുക, ഉടൻ തന്നെ കാട്ടിലേക്ക് പോയി മറ്റു കന്നുകാലികൾക്ക് അപകടം പറ്റാതെ അവയെ കൂട്ടിക്കൊണ്ടുവരണം. ആവശ്യമുള്ള ആയുധങ്ങളും എടുത്തുകൊള്ളുക, അദ്ദേഹം ആജ്ഞാപിച്ചു.
കത്തനാർ 4-5 വേലക്കാരെയും പൗലോസു ഷെമ്മാനെയും കൂട്ടി അപ്പോൾ തന്നെ കാട്ടിലേക്ക് തിരിച്ചു. പലയിടത്തും കറങ്ങി നടന്നിട്ടും അവർക്ക് ഒറ്റ പശുവിനെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാൽ അവർ പല വഴികളായി പിരിഞ്ഞ് അന്വേഷണം തുടർന്നു. ഷെമ്മാശൻ കാടിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഒരിടത്തും പശുക്കളെ കണ്ടെത്താനായില്ല. എല്ലാവരും നന്നേ ക്ഷീണിച്ചു. നേരം നന്നായി ഇരുട്ടുകയും ചെയ്തു. ഒന്നും കാണാൻ വയ്യാതെയായി. അപ്പോൾ കത്തനാർ പറഞ്ഞു, ഇന്നിനെ അന്വേഷിച്ചതുകൊണ്ട് ഫലമൊന്നുമില്ല, നമുക്ക് മടങ്ങാം. കത്തനാരും കൂട്ടരും മടങ്ങി വീട്ടിലെത്തിയപ്പോൾ കടുവ പിടിച്ച ഒരു പശു ഒഴികെ ബാക്കിയെല്ലാം മടങ്ങിയെത്തിയിരിക്കുന്നതായി കണ്ട് സന്തോഷിച്ചു. അപ്പോഴാണ് ഷെമ്മാശൻ മടങ്ങി വന്നിട്ടില്ലെന്നറിയുന്നത്. ഉത്കണ്ഠയോടെ കത്തനാർ പാതി രാത്രി വരെ ഉറങ്ങാതെ കാത്തിരുന്നു. പിന്നെ അത്താഴം കഴിച്ചെന്നു വരുത്തി. അതിനുശേഷം ഉറങ്ങാൻ കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. വെളുപ്പാൻ കാലത്ത് തന്നെ കത്തനാർ എഴുന്നേറ്റ് 8-10 ആൾക്കാരെയും കൂട്ടി കാട്ടിലേക്ക് പുറപ്പെട്ടു. കാടും മലയും അരിച്ചു പെറുക്കിയിട്ടും ഷെമ്മാനെ കണ്ടുകിട്ടിയില്ല. കത്തനാർ ആകെ തളർന്നുപോയി. ദുഃഖത്തോടെ എല്ലാവരും മടങ്ങിപ്പോയി. ഷെമ്മാനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. അയാളെ കടുവ കൊന്നു തിന്നതു തന്നെയെന്ന് എല്ലാവരും വിശ്വസിച്ചു. കത്തനാർക്ക് ആ ദുരന്തം ഓർക്കാൻ പോലും കഴിഞ്ഞില്ല. അദ്ദേഹം ഷെമ്മാന്റെ രക്ഷക്കായി സദാ ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. ഷെമ്മാൻ കന്നുകാലികളെ തിരക്കി വഴിയറിയാതെ കൊടുങ്കാട്ടിൽ പെട്ടുപോയി. കന്നുകാലികളെ കണ്ടെത്താൻ കഴിയാത്ത മനസ്താപത്തോടെ വീട്ടിലേക്ക് മടങ്ങിയ ഷെമ്മാൻ വഴിതെറ്റി കൂടുതൽ കാട്ടിനുള്ളിലേക്കാണ് പോയത് എന്ന് ഷെമ്മാൻ ആദ്യമതറിഞ്ഞില്ല. തികച്ചും അപരിചിതവും ഭയാനകവുമായ ഒരു സ്ഥലത്താണ് താൻ നിൽക്കുന്നതെന്ന് ഷെമ്മാന് പിന്നീട് മനസ്സിലായി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ വലിയൊരു ഗുഹയുടെ വാതിൽക്കലാണ് താൻ നിൽക്കുന്നതെന്ന് ഷെമ്മാശന് മനസ്സിലായി. പെട്ടെന്നാണത് സംഭവിച്ചത്. പെട്ടെന്ന് അവിടേക്ക് ആജാനബാഹുക്കളായ 3 കാട്ടാളന്മാരെത്തി. അവർ ഷെമ്മാശനെ ആ ഗുഹക്കുള്ളിലേക്ക് ബലമായി കൂട്ടിക്കൊണ്ടുപോയി. അതിൻ്റെ ഉൾഭാഗം ഘോരാന്ധകാരമായും വിജനമായും കാണപ്പെട്ടു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അകത്തു വെളിച്ചവും ആളനക്കവും കണ്ടു തുടങ്ങി. കുറെ കൂടി ചെന്നപ്പോൾ വിശാലമായ ഹാളും പകൽ പോലെ വെളിച്ചവും കണ്ടു. ഹാളിൻ്റെ മധ്യത്തു വലിയൊരു പീഠത്തിൽ ഗംഭീരനായ ഒരു പുരുഷൻ ഇരിക്കുന്നത് കണ്ടു. അതിലൊരു കാട്ടാളൻ മുന്നോട്ട് ചെന്ന് മൂപ്പനോട് നടന്ന കാര്യങ്ങൾ ബോധിപ്പിച്ചു. അതു കേട്ട മൂപ്പൻ ഷെമ്മാനെ തൻ്റെ അടുക്കലേക്ക് വരാൻ ആജ്ഞാപിച്ചു. വിശപ്പും ദാഹവും കൊണ്ട് അവശനായിരുന്ന ഷെമ്മാശൻ ഭയന്ന് മൂപ്പൻ്റെ മുൻപിൽ ചെന്നിരുന്നു. വളരെ അപകടകരമായ ഒരു സ്ഥലത്താണോ താൻ എത്തച്ചേർന്നിരിക്കുന്നതെന്നു മനസ്സിലാക്കിയ ഷെമ്മാശൻ പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവിടെ നിന്നത്. ഇപ്പോൾ എല്ലാവരും പോയിക്കൊള്ളില്ല, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. ഇവനൽപ്പം മര്യാദക്കാരനാണെന്ന് തോന്നുന്നു. കാട്ടുമുട്ടനായ തലവന്റെ കൽപ്പന കേട്ടയുടൻ ഭീകരരൂപികളെല്ലാം അവിടെ നിന്നു നിഷ്ക്രമിച്ചു. ഉടനെ ആ പ്രമാണി വളരെ വാത്സല്യഭാവത്തിൽ ഷെമ്മാശനോട് ചോദിച്ചു, എൻ്റെ നിയമങ്ങളനുസരിച്ച് നിനക്കിവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സുഖമായി കഴിയാം. നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ സൗകര്യമുണ്ട്. യാതൊന്നിനും ഈ ഗുഹയിൽ നിന്ന് പുറത്തു പോകേണ്ട. മാത്രമല്ല, ഇനിയൊരിക്കലും നിനക്ക് ഈ ഗുഹയ്ക്ക് പുറത്തു പോകാനുമൊക്കില്ല. നിന്നെ ഇവിടെ നിന്ന് വിട്ടയക്കുകയില്ല. ഗത്യന്തരമില്ലാതിരുന്നതിനാൽ ആ മലയറയൻ പറഞ്ഞതെല്ലാം അയാൾക്കനുസരിക്കേണ്ടി വന്നു. വൃത്തിഹീനന്മാരും ക്രൂരന്മാരുമായ ദുഷ്ടന്മാരോടൊപ്പമുള്ള സഹവാസം ഷെമ്മാശന് അസഹ്യമായിരുന്നു. എന്നാൽ ഷെമ്മാശന്റെ കഥ ചോദിച്ചു മനസ്സിലാക്കിയ മലയറയ മൂപ്പന് ഷെമ്മാനോട് അലിവ് തോന്നുകയും അവന്റെ സ്വഭാവവും പെരുമാറ്റവും ആ സംഘപ്രമാണിക്ക് ഇഷ്ടമാവുകയും ചെയ്തു. അവനെ ആരും ഉപദ്രവിക്കാതെ രക്ഷിച്ചുകൊള്ളാമെന്നും ഷെമ്മാൻ നല്ലവനും തന്നോടൊപ്പം താമസിക്കാൻ യോഗ്യനുമാണെന്ന് മൂപ്പൻ മനസ്സിലാക്കി. അങ്ങനെ മൂപ്പൻ ഷെമ്മാശനെ തൻ്റെ ശിഷ്യനാക്കി. മന്ത്രവാദം, ഇന്ദ്രജാലം, മഹേന്ദ്രജാല വിദ്യകളൊക്കെ പഠിപ്പിച്ചു. മൂപ്പൻ ഒരു മലയറയനായിരുന്നു, മഹാമാന്ത്രികൻ, കൊടും മന്ത്രവാദി, അനേകം അദ്ഭുത സിദ്ധികൾ മനഃപാഠമാക്കിയ ദിവ്യൻ. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ അദ്ദേഹത്തിൻ്റെ ദാസന്മാരും ഷെമ്മാനെ പോലെ അവിടെ അകപ്പെട്ടവരുമായിരുന്നു.
താൻ ഈ ഗുഹയിലാണ് വസിക്കുന്നതെന്ന് പുറം ലോകമറിയാതിരിക്കാനും തൻ്റെ ദിവ്യശക്തി അറിഞ്ഞ് ആരും തന്നെ അന്വേഷിച്ച് ഗുഹയിലെത്താതിരിക്കാനുമാണ് മൂപ്പൻ അവിടെ എത്തിച്ചേരുന്നവരെ പുറത്തു പോകാൻ അനുവദിക്കാത്തത്. ഷെമ്മാൻ്റെ ഗുരുഭക്തിയും തന്നോടുള്ള പുത്രതുല്യ സ്നേഹവും അടുത്തറിഞ്ഞ മൂപ്പൻ അവന് തനിക്കറിയാവുന്ന എല്ലാ വിദ്യകളും പഠിപ്പിച്ചു കൊടുത്തു. എപ്പോഴെങ്കിലും തരം കിട്ടിയാൽ ഷെമ്മാശൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുമെന്ന് മലമൂപ്പൻ ഭയന്നിരുന്നു. അതിനാൽ രാവും പകലും ഷെമ്മാനെ നിരീക്ഷിക്കാൻ വേണ്ട ഏർപ്പാടുകൾ മൂപ്പൻ ചെയ്തിരുന്നു. എന്നാൽ എല്ലാ മന്ത്രവിദ്യകളും ഗുരുവിൽ നിന്നും മനസ്സിലാക്കിയ ഷെമ്മാൻ കാവൽക്കാരെ നിഷ്പ്രയാസം കബളിപ്പിച്ചു കടന്നു കളയാമായിരുന്നു. അവിടെ നിന്നും എങ്ങനെയും രക്ഷപ്പെടണമെന്ന അതിയായ മോഹമുണ്ടായിട്ടും ഗുരുവിനെ വഞ്ചിക്കാൻ അവന് മനസ്സു വന്നില്ല. അവൻ അവിടെ തന്നെ തുടർന്നു. അങ്ങനെ 12 വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ക്ഷമിച്ചിരിക്കുന്ന ഷെമ്മാശനോട് മൂപ്പൻ ചോദിച്ചു, നിനക്ക് മടങ്ങിപ്പോകണമെന്നുണ്ടോ? കുറച്ചുകാലമായി നീ എപ്പോഴും ദുഃഖിതനാണല്ലോ. തൻ്റെ വളർത്തച്ഛനായ കത്തനാരെ കാണാൻ പോകാൻ തന്നെ അനുവദിക്കുമോ എന്ന് ഷെമ്മാശൻ മൂപ്പനോട് അപേക്ഷിച്ചു. ആ അപേക്ഷ നിരസിക്കാൻ മൂപ്പന് കഴിഞ്ഞില്ല. കാവൽക്കാരെ കബളിപ്പിച്ച് തന്ത്രത്തിൽ അവിടെ നിന്നും പോകാൻ അവൻ അനുവാദം കൊടുത്തു. പരസ്യമായി പോകാൻ അനുവദിച്ചാൽ മറ്റ് ശിഷ്യന്മാരാൽ താൻ ചോദ്യം ചെയ്യപ്പെടും എന്ന് മൂപ്പന് അറിയാമായിരുന്നു. മൂപ്പൻ പോകുന്നതിന് മുൻപ് ഷെമ്മാശനോട് ഒരു നിബന്ധന കൂടി വച്ചു. ഇനി ഒരിക്കലും ഇവിടേക്ക് മടങ്ങി വരരുതെന്നും ഇവിടെ നടന്നതൊന്നും പുറം ലോകം അറിയരുതെന്നും പറഞ്ഞ് മൂപ്പൻ നിറകണ്ണുകളോടെ ഷെമ്മാനെ അനുഗ്രഹിച്ചു. അന്നേ ദിവസം രാത്രി കാവൽക്കാരെ മന്ത്രവിദ്യ ഉപയോഗിച്ച് ബന്ധികളാക്കി മയക്കിയതിന് ശേഷം ഷെമ്മാൻ ആ ഗുഹയിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെട്ടു. അങ്ങനെ ഗുഹക്കുള്ളിൽ നിന്നും കാവൽക്കാരെ മയക്കി കിടത്തി പുറത്തു കടന്ന ഷെമ്മാൻ ആദ്യം കണ്ട വഴിയിലൂടെ വേഗം നടന്നു. എത്രയും വേഗം കാടിന് പുറത്ത് എത്തണമെന്ന് അയാൾ ആഗ്രഹിച്ചു. താൻ മന്ത്രവിദ്യയാൽ മയക്കി കിടത്തിയ കാവൽക്കാർ 3/4 നാഴിക കഴിയുമ്പോൾ ഉണരുമെന്നും അവർ തന്നെ പിന്തുടർന്ന് എത്തുമെന്നും ഷെമ്മാശൻ അറിയാമായിരുന്നു. സാഹസികമായ ആ യാത്ര അവസാനിച്ചത് ഒരു ഗ്രാമത്തിലാണ്. മനുഷ്യവാസമുള്ള സ്ഥലത്ത് എത്തിച്ചേർന്നല്ലോ എന്നോർത്ത് അദ്ദേഹം സമാധാനിച്ചു. അപ്പോഴേക്കും നേരം പുലർന്നു തുടങ്ങിയിരുന്നു. ഷെമ്മാൻ വിശപ്പും ദാഹവും ഭയങ്കരമായി അനുഭവപ്പെട്ടു. ചുറ്റും നോക്കിയപ്പോൾ അല്പമകലെയായി ഒരു ചെറിയ വീട് കണ്ട് അവൻ അവിടേക്ക് ചെന്നു. ആ വീട്ടിൽ ഒരു വൃദ്ധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷെമ്മാൻ ആ വൃദ്ധയോട് കഴിക്കാൻ അല്പം കഞ്ഞി തരുമോ എന്ന് ചോദിച്ചു. അരിയില്ലാഞ്ഞിട്ട് കഞ്ഞി വെച്ചിട്ട് 2 നാളായി എന്ന് ആ പാവം വൃദ്ധ മറുപടി നൽകി. വല്ലയിടത്തും പോയി താൻ കുറച്ച് അരി കടമ്പാനി വരാം, അതുവരെ മോൻ ഇവിടെ ഇരിക്കുമോ എന്ന് വൃദ്ധ വിഷമത്തോടെ ചോദിച്ചു. ഒരരിയുടെ തരിയെങ്കിലും ഇവിടെ കാണാതിരിക്കുമോ എന്ന് ഷെമ്മാൻ ആ പാവം വൃദ്ധയോട് ചോദിച്ചു. എൻ്റെ അരിവട്ടി തട്ടിക്കുടഞ്ഞാൽ 1-2 അരിമണി കിട്ടുമായിരിക്കുമെന്ന് വൃദ്ധ മറുപടി നൽകി. എന്നാൽ വേഗം പോയി അരിമണി കൊണ്ടുവരൂ, നമുക്കൊരു കൗശലം പ്രയോഗിക്കാമെന്ന് ഷെമ്മാൻ പറഞ്ഞു. ഷെമ്മാന്റെ സംസാരം കേട്ടിട്ട് എന്താണ് ഇവൻ പറയുന്നത് എന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ട് വൃദ്ധ അകത്തു ചെന്ന് ഒരു വട്ടി കൊണ്ടുവന്ന് ഷെമ്മാന്റെ നേരെ നീട്ടി. അവനുടനെ അത് വാങ്ങി തട്ടിക്കുടഞ്ഞു. അപ്പോൾ അവൻ ഒരു തരി പൊടിയരി കിട്ടി. ഇത് കണ്ട് സന്തോഷത്തോടെ ഷെമ്മാൻ വൃദ്ധയോട് അടുപ്പത്ത് കഞ്ഞിക്കുള്ള വെള്ളം തിളപ്പിക്കാൻ പറഞ്ഞു. വൃദ്ധ ഒരു നിമിഷം പകച്ചു നിന്നു. പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ അടുപ്പത്ത് വെള്ളം വച്ച് തിളപ്പിച്ചു. വെള്ളം തിളച്ചപ്പോൾ ഷെമ്മാൻ ആ കലത്തിലേക്ക് പൊടിയരിയിട്ടു. അല്പനേരം കഴിഞ്ഞയുടൻ കലത്തിലേക്ക് നോക്കിയ വൃദ്ധക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ കലം നിറയെ അരിവെന്ത് മറിയുന്നു. കഞ്ഞി തയ്യാറായി കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും വയറു നിറച്ച് കഞ്ഞി കുടിച്ചു. പാത്രത്തിൽ ബാക്കി കഞ്ഞി ശേഷിക്കുകയും ചെയ്തു. എന്ത് അത്ഭുതമാണ് ഷെമ്മാൻ ചെയ്തതെന്നും ഷെമ്മാൻ ശരിക്കും ആരാണ് എന്ന് വൃദ്ധ ചോദിച്ചെങ്കിലും അവൻ ഒഴിഞ്ഞു മാറി. കടമറ്റത്ത് പള്ളിയിലേക്കുള്ള ദൂരം ചോദിച്ചു മനസ്സിലാക്കി. പിന്നെ അല്പനേരം അവിടെ കിടന്നുറങ്ങി എണീറ്റ് വൃദ്ധയോട് യാത്ര പറഞ്ഞ് കടമറ്റം ലക്ഷ്യമാക്കി നടന്നു. യാത്രക്കിടയിൽ വഴിയിൽ കണ്ടവരോടൊക്കെ പള്ളിയിലേക്കുള്ള വഴി ചോദിച്ച് മനസ്സിലാക്കി സന്ധ്യയ്ക്ക് മുൻപായി തൻ്റെ പഴയ വസതിയിലെത്തി. കത്തനാർ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഷെമ്മാശൻ
അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിച്ചു. ആരാണ് വന്നതെന്ന് കത്തനാർക്ക് മനസ്സിലായില്ല. അപ്പോൾ താൻ 12 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ വളർത്തുമകൻ പൗലോസാണ് താനെന്ന് കത്തനാരോട് പറഞ്ഞു. മരിച്ചുപോയി എന്ന് കരുതിയ മകൻ തിരിച്ചെത്തിയ സന്തോഷത്താൽ കത്തനാർ ഷെമ്മാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഷെമ്മാനും നിയന്ത്രണം വിട്ട് കരഞ്ഞു. നടന്നതെല്ലാം പൗലോസ് കത്തനാരോട് പറഞ്ഞു. ദൈവാനുഗ്രഹം ഒന്ന് മാത്രം കൊണ്ടാണ് പൗലോസ് തിരിച്ചെത്തിയത് എന്ന് പറഞ്ഞ് കത്തനാരും ഷെമ്മാനും ഓരോന്ന് പറഞ്ഞിരുന്നു. സമയം പോയതറിഞ്ഞില്ല. പുറത്ത് വലിയ ബഹളം കേട്ട് അതെന്താണ് എന്നറിയാൻ ഇരുവരും അവിടേക്ക് ചെന്നു. പള്ളിയിലെ കപ്പിയാർ അപ്പോൾ ഓടിക്കിതച്ച് അവിടേക്ക് വന്നു. പള്ളിക്കുള്ളിൽ കുറച്ചു ഭീകരന്മാരെത്തിയെന്നും അവർ തനി കാട്ടുവാസികളാണെന്നും പള്ളിക്കുള്ളിൽ അവർ അക്രമം കാണിക്കുന്നുവെന്നും കത്തനാരോട് പറഞ്ഞു. ഇത് കേട്ട ഷെമ്മാന് കാര്യം പിടികിട്ടി. തന്നെ തേടി വന്ന ഗുഹാവാസികളാണ് അവരെന്നും അവരെ താൻ നേരിട്ട് കൊള്ളാമെന്നും ഷെമ്മാൻ പറഞ്ഞു. എന്നാൽ കത്തനാർ അവനെ തടയാൻ ശ്രമിച്ചു. എന്നാൽ പൗലോസ് മുന്നോട്ട് നടന്നു. കത്തനാരും കപ്പിയാരും ഷെമ്മാശനെ അനുഗമിച്ചു. പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയവരെല്ലാം കാട്ടുവാസികളെ കണ്ട് ഭയന്ന് വിറച്ചു നിൽക്കുന്നതാണ് അവർ മൂവരും കണ്ടത്. ഉടൻ തന്നെ ഒരു കൂസലമില്ലാതെ പൗലോസ് ആ ഭീകരന്മാരുടെ അടുത്തേക്ക് ചെന്ന് അവിടെ നിന്നും പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഷെമ്മാനെയും കൊണ്ടല്ലാതെ അവിടെ നിന്നും പോകില്ല എന്നവർ വാശി പിടിച്ചു. പൗലോസ് ഷെമ്മാശൻ എന്തൊക്കെയോ പതുക്കെ പറഞ്ഞു. അപ്പോൾ ആ ഭീകരർ ബോധം നഷ്ടപ്പെട്ട് നിലത്തു വീണു. ഇതൊക്കെ കണ്ട് എല്ലാവരും ഷെമ്മാശനെ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇവരെ നീ എന്താണ് ചെയ്തത്? ഇവർ മരണപ്പെട്ടോ? കത്തനാർ പൗലോസിനോട് ചോദിച്ചു. ഇല്ല, ഇവർ മരിച്ചിട്ടില്ല. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് മറുപടി നൽകി. ശേഷം എന്തൊക്കെയോ മന്ത്രം ജപിച്ചപ്പോൾ ബോധം പോയി മയങ്ങിക്കിടന്നവർ എഴുന്നേറ്റു. അവർ ഭയത്തോടെ ഷെമ്മാനെ നോക്കി നിന്നു. ഉടനെ അവിടെ നിന്നും പോയില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ആപത്ത് സംഭവിക്കും എന്ന് ഷെമ്മാൻ കാട്ടാളന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. ഭയന്നു വിറച്ച ഗുഹാവാസികൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അവിടെ കൂടിയിരുന്നവർക്ക് അത്ഭുതവും ആശ്ചര്യവും നടക്കുവാനായില്ല. അവർ പൗലോസിനെ താണു വണങ്ങി അവനെ പുകഴ്ത്തി. ഉടനെ കത്തനാർ ഷെമ്മാന്റെ അടുക്കൽ വന്ന് ഈ ദിവ്യശക്തി എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചു. എന്നാൽ ഇതൊന്നും തൻ്റെ ശക്തിയല്ല എന്നും ദൈവശക്തിയാണെന്നും ദൈവം സർവശക്തനാണല്ലോ എന്നും എളിമയോടെ പറഞ്ഞു. അങ്ങനെ ആ നാട്ടിൽ ഷെമ്മാനെ പറ്റിയായി ചർച്ച. അധികം വൈകാതെ പള്ളിയിലെ പ്രമാണിമാർ കൂടി ആലോചിച്ച് ഷെമ്മാശന് കത്തനാർ പട്ടം കൊടുത്തു. അന്നു മുതൽ എല്ലാവരും ഷെമ്മാശനെ കടമറ്റത്ത് കത്തനാർ എന്ന് വിളിച്ചു. മറ്റു ചിലർ കടമറ്റത്തച്ഛൻ എന്നും. കടമറ്റത്ത് ദേശത്ത് ചില ഭവനങ്ങളിലും മറ്റുമുണ്ടായിരുന്ന ബാധ ഉപദ്രവങ്ങൾ ചാത്തനേരൊക്കെ കടമറ്റത്ത് കത്തനാർ തീർത്തു കൊടുത്തു. അങ്ങനെ ആ നാട്ടിൽ കത്തനാർ പേരുകേട്ട ദിവ്യനായി മാറി. അദ്ദേഹത്തിന്റെ പ്രശസ്തി പല നാടുകളിലും പരന്നു. അദ്ദേഹത്തിന്റെ കീർത്തി സർവത്ര വ്യാപിച്ചതിനാൽ കടമറ്റത്ത് കത്തനാർ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യങ്ങളില്ലെന്നായി. പല കാര്യങ്ങൾക്കും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ സർവ്വദിക്കിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. തിരുവനന്തപുരത്തിനും പത്മനാഭപുരത്തിനും. പത്മനാഭപുരം ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമാണ്. ഇതിനിടയിൽ ഒരു വലിയ കാടുണ്ടായിരുന്നു, കള്ളിയങ്കാട്. തിരുവനന്തപുരത്തുള്ളവർക്ക് പത്മനാഭപുരത്ത് പോകണമെങ്കിലും പത്മനാഭപുരത്തുള്ളവർക്ക് തിരുവനന്തപുരത്ത് എത്തണമെങ്കിലും ഈ കാട് കടന്നു വേണം പോകാൻ. എന്നാൽ ആ കാട്ടിൽ ഒരു യക്ഷിയുടെ ശല്യം പതിവായി. കാട്ടിലൂടെ പോകുന്ന പുരുഷന്മാരെ വെറ്റില മുറുക്കാൻ അല്പം ചുണ്ണാമ്പ് തരുമോ എന്ന് ചോദിച്ച് തന്റെ സൗന്ദര്യത്തിൽ മയക്കി വശീകരിച്ച് കാടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ ഉഗ്രരൂപിണിയായ യക്ഷിയായി മാറി അവരെ കൊലപ്പെടുത്തും. തന്റെ സ്വന്തം ഭർത്താവിനാൽ ആ കാട്ടിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട് ഗതി കിട്ടാതെ അലയുന്ന ഒരു ആത്മാവ്. കള്ളിയങ്കാട്ട് നീലി എന്നാണ് അവൾ അറിയപ്പെട്ടിരുന്നത്. അവളുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ ആരും ആ കാട്ടിലൂടെ പോകാതായി. ഗ്രാമവാസികൾ പൊറുതിമുട്ടി. പല മന്ത്രവാദികളും വന്നു. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. നീലി പിന്നെയും പുരുഷന്മാരെ കൊന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ആരൊക്കെയോ പറഞ്ഞ് മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാരെപ്പറ്റി അവിടത്തെ പ്രമാണിമാർ അറിയുന്നത്. അങ്ങനെ ചിലരൊക്കെ കൂടി കടമറ്റത്തെത്തി അച്ഛനെ കണ്ട് അവരുടെ സങ്കടം ബോധിപ്പിച്ചു. അവരുടെ സങ്കടം കേട്ട കത്തനാർ അവരോടൊപ്പം യാത്ര തിരിച്ചു.
മോഹിത പ്രണയത്തിൻ കനൽ കാറ്റിൽ മുഴുവൻ നിറഞ്ഞു. അവൾ പ്രതികാരദാഹിയായി പിറന്നു, ഭയത്തിന്റെ ദേവതയായി. കാളിയുടെ മകൾ നീലി, ചിരിയിലൊളിഞ്ഞവരി, കണ്ണിലൊളിച്ച പക, കാടിന്റെ ശ്വാസം, നീരാവിന്റെ ജ്വാല. നീ കളിയങ്കാട് അവൾക്ക് വീട്, ഇരുൾ മൂടിയറ അവൾക്ക് പ്രിയം. ഇച്ചിരി ചുണ്ണാമ്പുണ്ട്, ഒന്ന് മുറുക്കാന്. ആക്രോശം കാട് വിറക്കും. കാടിൻ ശബ്ദം നീ, കാലത്തിന്റെ പ്രതിബിംബം നീ, സ്വന്തം പതിയാൽ കൊല ചെയ്യപ്പെട്ടവൾ നീ. നീലി, നീ ഉറങ്ങാത്തവൾ നീലി. അനന്തയാത്രയിൽ ഒരു മഞ്ഞുഗാനം, കൊടും ഭയമായി ഇന്നും വസിക്കുന്ന നീലി. അവളിപ്പോൾ പൂർണ്ണമായും കത്തനാരുടെ നിയന്ത്രണത്തിലായിക്കഴിഞ്ഞിരുന്നു. രാത്രിയിൽ പല പല സ്ഥലങ്ങളിലും തങ്ങി, പകൽ സഞ്ചരിച്ചും. 4-ാം നാളവർ കായംകുളത്തെത്തിച്ചേർന്നു. കായംകുളത്ത് കത്തനാരുടെ ഒരു അമ്മാവന്റെ വീടുണ്ടായിരുന്നു. അന്ന് അവിടെ തങ്ങാം എന്ന് കത്തനാർ തീരുമാനിച്ചു. കത്തനാർ യക്ഷിയെയും കൂട്ടി ആ ഭവനത്തിലെത്തി. അമ്മാവൻ മരണപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ അമ്മായി മാത്രമാണ് അവിടെ താമസം. കത്തനാരെ കണ്ടയുടനെ അമ്മായിക്ക് സന്തോഷമായി. അവർ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയുന്നതിനിടയിൽ നീലി ആരാണെന്ന് തിരക്കി. അവൾ തന്റെ ദാസിയാണെന്ന് കത്തനാർ മറുപടി നൽകി. അല്പം കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം കത്തനാർ ഒരു അല്പം മയങ്ങി. കത്തനാർ ഉറങ്ങിയപ്പോൾ നീലിയും അമ്മായിയും സംസാരിച്ചിരുന്നു. നീലിയുടെ മനോഹരമായ കാർക്കുന്തൽ കണ്ട് അമ്മായി അത് കോതി ഒതുക്കി തരാമെന്ന് പറഞ്ഞ് മുടി കോതി ഒതുക്കുന്നതിനിടയിൽ, അയ്യോ ഇതെന്താ മോളെ, തലയിലൊരു ആണി എന്ന് പറഞ്ഞ് നീലിയെ കത്തനാർ മന്ത്രം കൊണ്ട് ബന്ധിച്ചിരുന്ന ആണി പതിയെ വലിച്ചൂരി. തൽക്ഷണം നീലി ഉഗ്രരൂപിണിയായ യക്ഷിയായി മാറി അദൃശ്യയാവുകയും ചെയ്തു. ഭയന്ന് വിറച്ച അമ്മായി നിലവിളിച്ചുകൊണ്ട് ഓടി കത്തനാരെ ഉണർത്തി നടന്ന കാര്യങ്ങൾ പറഞ്ഞു. കത്തനാർ ഉടൻ തന്നെ അവിടെ നിന്നും പുറപ്പെട്ടു. ലക്ഷണങ്ങൾ നോക്കി യക്ഷി വടക്കോട്ടാണ് പോയിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കുറേ ദൂരം ചെന്നപ്പോൾ യക്ഷി സുന്ദരിയായ ഒരു മനുഷ്യ സ്ത്രീരൂപം ധരിച്ച് നടന്നു പോകുന്നത് കണ്ടു. കൂടെ എത്താൻ കത്തനാരും വേഗം നടന്നു. രണ്ടുപേരും മാന്നാരെത്തിച്ചേർന്നു. കത്തനാർ ആട്ടുകടവിലെത്തിയപ്പോഴേക്കും കടത്തുകാരൻ യക്ഷിയെ തോണിയിൽ കയറ്റി പണയന്നാർ കാവിലെ കടവിലെത്തിച്ചു. കത്തനാർക്ക് പിന്നാലെ ചെല്ലാൻ അവിടെ വേറെ തോണി ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവളെ വിട്ടാൽ പിന്നെ കിട്ടുക ബുദ്ധിമുട്ടാണ് എന്നറിയാമായിരുന്നതിനാൽ കത്തനാർ നീലിക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്തവണ്ണം ഒരു തന്ത്രം പ്രയോഗിച്ചു. പിന്നെ ഒരു വാഴയിൽ നിന്നും തൂശനില മുറിച്ചെടുത്ത് ആറ്റിലേക്കിട്ട് അതിന്മേൽ കയറി നിന്ന് തുളഞ്ഞി അക്കരെ എത്തി യക്ഷിയുടെ അടുക്കൽ ചെന്നു. നീ എവിടെ പോകുന്നു? നിന്നെ എനിക്ക് വിട്ടയക്കാൻ കഴിയില്ല. ജനങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാതിരിക്കുമെങ്കിൽ നിന്നെ ഞാനിവിടെ കുടികൊള്ളാൻ അനുവദിക്കാം. അല്ലാത്ത പക്ഷം നീലിയുടെ ആത്മാവിനെ എന്നേക്കുമായി നശിപ്പിക്കുമെന്ന് കത്തനാർ അവളോട് പറഞ്ഞു. താൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ അവിടെ ഇരുന്നു കൊള്ളാമെന്നും തൻ്റെ ആത്മാവിനെ നശിപ്പിക്കരുതെന്നും നീലി കത്തനാരോട് കേണപേക്ഷിച്ചു. ഒടുവിൽ നീലിയെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് അവിടെ കണ്ട ഒരു പാലമരത്തിൽ കുടികൊള്ളാൻ കത്തനാർ അനുവാദം നൽകി. യക്ഷി അദൃശ്യയായാണ് അവിടെ വസിക്കുന്നത്. എങ്കിലും കറുത്ത വാവ്, അമാവാസി, പിന്നെ ചില പ്രത്യേക ദിവസങ്ങളിലും യക്ഷിയെ സുന്ദരിയായ സ്ത്രീയായും തീയായും പലരും കണ്ടു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അവൾ ആരെയും തന്നെ പിന്നീട് ഉപദ്രവിച്ചിട്ടില്ല. പണയന്നാർ കാവിലെ യക്ഷിയെന്നും പരുമല യക്ഷിയെന്നും നീലി പിന്നീട് അറിയപ്പെട്ടു. കുഞ്ചമൺ മഠത്തിലെ മൂത്ത പോറ്റിയും കടമറ്റത്ത് കത്തനാരും വലിയ സ്നേഹത്തിലായിരുന്നു.
പോറ്റി വലിയൊരു മന്ത്രവാദിയും ചാത്തന്മാരെ സേവിച്ചു വശം വതരാക്കിയിട്ടുള്ളയാളുമായിരുന്നു. പോറ്റി പലപ്പോഴും കത്തനാരെ മഠത്തിലേക്ക് ക്ഷണിക്കുക പതിവായിരുന്നു. അതിനാൽ കടമറ്റത്ത് കത്തനാർ ഒരു ദിവസം കുഞ്ചമൻ മഠത്തിലേക്ക് പോകാനൊരുങ്ങി. രണ്ടുപേർക്കും ഉള്ളാലൽപ്പം അഹങ്കാരമുണ്ടായിരുന്നു. താൻ ചാത്തന്മാരെ വശീകരിച്ചു ഭൃത്യന്മാരാക്കിയിട്ടുണ്ടെന്നും കത്തനാർക്കതിന് സാധിച്ചില്ലല്ലോ എന്ന് പോറ്റിയും ഇന്ദ്രജാലം, മഹേന്ദ്രജാലം എന്നീ വിദ്യകളിൽ തന്നോളം നൈപുണ്യം പോറ്റിക്കില്ലല്ലോ എന്നു കത്തനാരും സ്വയം അഹങ്കരിച്ചിരുന്നു. കുഞ്ചമൺ പോറ്റി വള്ളത്തിൽ കയറി. എവിടെ പോയാലും അദൃശ്യരായ ചാത്തന്മാരാണ് തുഴയാറുള്ളത്. അതുപോലെ തനിക്കും പോകണമെന്ന് നിശ്ചയിച്ച കത്തനാർ ഒരു വള്ളത്തിൽ കയറി ഊന്നുകാരാരുമില്ലാതെ പോറ്റിയുടെ കടവിൽ ചെന്നെടുത്തു. കത്തനാരെ ഒന്ന് കളിയാക്കാനായി കുഞ്ചമൻ പോറ്റി തന്റെ കസേര ഒഴികെ മറ്റ് കസേരകൾ ജോലിക്കാരെ കൊണ്ട് അവിടെ നിന്ന് മാറ്റിച്ചു. ഇതെന്താണോ വള്ളക്കാരാരുമില്ലാതെ പുറപ്പെട്ടത്? പോറ്റി ചോദിച്ചു. തൽക്കാലം വള്ളക്കാരെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഇവിടേക്കുള്ള യാത്ര നിശ്ചയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തോണിയിൽ കയറി എന്നെ ഇവിടെ കൊണ്ടിറക്കണമെന്നു തോണിയോട് തന്നെ പറഞ്ഞു. തോണി അന്യസഹായം കൂടാതെ ഇവിടെ വന്ന് അടുക്കുകയും ചെയ്തു. കത്തനാർ പറഞ്ഞു. കത്തനാരുടെ ഇന്ദ്രജാല വിദ്യ കൊണ്ടാണോ തോണി തനിയെ വന്നടുത്തതെന്നും ഇതുതന്നെ ആക്ഷേപിക്കാനായി കത്തനാർ ചെയ്തതാണെന്നും പോറ്റിക്ക് തോന്നി. എങ്കിലും പിന്നെ അതേക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. രണ്ടുപേരും മഠത്തിലെത്തി. വരാന്തയിൽ പ്രവേശിച്ച കുഞ്ചമൻ പോറ്റി തന്റെ കസേരയിൽ സ്ഥാനമുറപ്പിച്ചു. എന്നിട്ട് പരിഹാസത്തോടെ കത്തനാരെ നോക്കി ചിരിച്ചു. ചുറ്റും നോക്കിയ കത്തനാർക്ക് കാര്യം പിടികിട്ടി. ഉടനെ തന്നെ കത്തനാർ ഒരു വിദ്യ പ്രയോഗിച്ചു. ഉടൻ തന്നെ പോറ്റിയുടെ കസേരയേക്കാൾ മുന്തിയ ഒരു കസേര അവിടേക്ക് താനേ വന്നു. കത്തനാർ ആ കസേരയിൽ കയറി ഇരുന്നു കൊണ്ട് പോറ്റിയെ ഒന്ന് നോക്കി. കത്തനാർ ബഹുകേമൻ തന്നെയെന്ന് പോറ്റി മനസ്സിൽ പറഞ്ഞു. പിന്നെ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. കത്തനാർക്ക് കുടിക്കാനും ഉണ്ണാനും വേണ്ടതെല്ലാം പോറ്റി ഏർപ്പാട് ചെയ്തു. ഭക്ഷണം കഴിഞ്ഞിട്ട് രണ്ടുപേരും സ്വൈരസല്ലാപം നടത്തിക്കൊണ്ടിരുന്നു. നേരം വൈകിയപ്പോൾ കത്തനാർ പറഞ്ഞു, എനിക്കിപ്പോൾ തന്നെ പോകേണ്ടിയിരിക്കുന്നു. അതിന് അനുവാദം തരണം. ഞാൻ പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടാണ് കത്തനാരിവിടെ വന്നത്. 4-5 ദിവസമെങ്കിലും താമസിക്കാതെ പോകുന്നത് സങ്കടമാണ്. നിവൃത്തിയുണ്ടെങ്കിൽ 2 ദിവസമെങ്കിലും ഇവിടെ തനിയാൽ കൊള്ളാം. എല്ലാം ഇഷ്ടം പോലെ പോറ്റി പറഞ്ഞു. ഇന്ന് പോകാതെ ഇരിക്കാൻ നിവൃത്തിയില്ല. ചങ്ങനാശ്ശേരിയിൽ ഒരു സ്ഥലത്ത് ഇന്ന് എത്തിക്കൊള്ളാമെന്ന് ഞാൻ വാക്കു പറഞ്ഞിട്ടുണ്ട്. താമസിയാതെ ഇനിയും ഇവിടെ വരാം. ഇത്രയും പറഞ്ഞിട്ട് കത്തനാർ യാത്രയായി. കടവ് വരെ അനുയാത്രയായി പോറ്റിയും വന്നു. കത്തനാർ നോക്കിയപ്പോൾ തൻ്റെ വള്ളം കടവിൽ കാണുവാനില്ല. ഓ, നമ്മുടെ തോണി ഇവിടെ കാണുന്നില്ലല്ലോ. കത്തനാർ നാലുപാടും നോക്കി. എന്നിട്ട് മേലോട്ട് നോക്കിയപ്പോൾ കടവിനടുത്ത് നിൽക്കുന്ന വലിയൊരു മാവിൻ്റെ മണ്ടയിൽ തൻ്റെ വള്ളമിടിക്കുന്നത് കണ്ടു. പോറ്റി തന്നെ അപമാനിക്കാനായി ചാത്തന്മാരെ കൊണ്ട് ചെയ്യിച്ചതാണിതെന്നും കത്തനാർക്ക് മനസ്സിലായി. എൻ്റെ തോണി ഇതാ ഈ മാവിൻ്റെ മുകളിലിരിക്കുന്നു. ഇവിടുത്തെ കടവിലാണോ ഞാൻ തോണിയിട്ടിരിക്കുന്നത്? അതിനാൽ അത് താഴെ ഇറക്കിച്ചു തരാനുള്ള ചുമതല ഇവിടേക്കാണ്. കത്തനാർ പോറ്റിയോട് ആവശ്യപ്പെട്ടു. മാവിൻ്റെ മുകളിലിരിക്കുന്ന വള്ളം ഞാൻ വിചാരിച്ചാൽ താഴെ ഇറക്കാൻ സാധിക്കുകയില്ല. അതു കത്തനാർ തന്നെ എങ്ങനെയെങ്കിലും ഇറക്കിച്ചുകൊണ്ട് പോയിക്കൊള്ളണം. പോറ്റി കൈയൊഴിഞ്ഞു. ഉപായമൊന്നും പറയണ്ട, സംഗതിയൊക്കെ എനിക്കറിയാം. തോണി ആരാണെടുത്ത് മരത്തിൻ്റെ മേലെ വെച്ചത്? അവർ തന്നെ തോണി താഴെ ഇറക്കിത്തരുമെന്ന് പറഞ്ഞ് കത്തനാർ കണ്ണടച്ച് എന്തൊക്കെയോ ഉരുവിട്ടു. അടുത്ത നിമിഷം തോണി പതിയെ താഴേക്ക് വന്ന് ആറിൻ്റെ കടവത്ത് നിന്നു. ഈ കാഴ്ച കണ്ട്
കുഞ്ചമൺ പോറ്റി ഇളിഭ്യനായി. തൻ്റെ ഉപാസനമൂർത്തികളെ വരെ തൻ്റെ വരുതിയിലാക്കാൻ കത്തനാർക്ക് സാധിച്ചു. അദ്ദേഹം തന്നെക്കാൾ മഹാമാന്ത്രികൻ തന്നെ. പോറ്റിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. അപ്പോൾ തന്നെ പോറ്റിയും കത്തനാരും തമ്മിൽ മേലിൽ മത്സരിക്കുകയില്ലെന്നു കൈപിടിച്ചു സത്യം ചെയ്തു. സസന്തോഷം അവർ പിരിഞ്ഞു. ഒരിക്കൽ യെരുശലേമിൽ നിന്ന് ഒരു ബാവ മലയാള രാജ്യം സന്ദർശിക്കാനെത്തി. പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച ശേഷം കടമറ്റത്ത് പള്ളിയിലെത്തി. അപ്പോൾ കത്തനാർ മലയാളത്തിൽ കിട്ടാത്തതും യൂറോപ്യൻ രാജ്യങ്ങളിൽ സുലഭമായിട്ടുള്ളതുമായ ചില കാഴ്ചവസ്തുക്കൾ ബാവയ്ക്ക് സമ്മാനിച്ചു. ബാവ വിസ്മയിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. ഈ കൂട്ടത്തിൽ ഒരു പച്ചമുന്തിരി കുല കൂടിയാകാമായിരുന്നു. അത് ഈ ദിക്കിൽ സുലഭമായിരിക്കുമല്ലോ, ബാവ പറഞ്ഞു. ഇവിടെ സുലഭമല്ലാതെ ഒന്നുമില്ല. ഒരു മുന്തിരിപ്പഴം മുറ്റത്ത് കുഴിച്ചിട്ട് നിമിഷ നേരം കൊണ്ട് എത്ര പച്ച മുന്തിരിങ്ങാക്കുല വേണമെങ്കിലും ഉണ്ടാകും. എന്നാലതൊന്ന് കണ്ടാക്കൊള്ളാം, ബാവ പറഞ്ഞു. കത്തനാർ ഉടനെ ഒരു മുന്തിരിപ്പഴം മുറ്റത്ത് കുഴിച്ചിട്ടു. നിമിഷ നേരം കൊണ്ട് അത് മുളച്ച് പടർന്നു കയറി ധാരാളം മുന്തിരിങ്ങാക്കുലകളുണ്ടായി. ഒരു പച്ച മുന്തിരിങ്ങാക്കുല ബാവ പറിച്ചെടുത്തു, പരീക്ഷിച്ചു. സ്വാദിലും കാഴ്ചയിലും അതിന് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ബാവ അത്ഭുതപ്പെട്ടുപോയി. ബാവ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കത്തനാർ വലിയ മാന്ത്രികനും ഇന്ദ്രജാലക്കാരനുമാണെന്ന് ഒരാൾ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് കത്തനാർ ഈ അത്ഭുതങ്ങൾ കാണിച്ചതെന്നും കത്തനാരുടെ വാസസ്ഥലത്ത് അനേകം മന്ത്രവാദം ഗ്രന്ഥങ്ങൾ ഇരിപ്പുണ്ടെന്നും അയാൾ ബാവയെ ധരിപ്പിച്ചു. ബാവ ഉടനെ കത്തനാരുടെ വാസസ്ഥലത്തു ചെന്ന് അവിടെയുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെല്ലാം എടുത്തു തീയിലിട്ട് ചുടാൻ കൽപ്പിച്ചു. കൂടെയുള്ളവർ അങ്ങനെ ചെയ്തു. ഉടനെ ഗ്രന്ഥങ്ങളെല്ലാം പക്ഷികളെ പോലെ പറന്ന് ആകാശത്തിലേക്ക് ഉയർന്നു നിന്നു. ബാവയും കൂട്ടരും എത്ര ശ്രമിച്ചിട്ടും അവയിൽ ഒന്നുപോലും തീയിലിടാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ബാവ കത്തനാരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മക്കളെ, ഈ വക വിദ്യകളൊന്നും ക്രിസ്ത്യാനികൾക്ക് ചേർന്നതല്ല. അതിനാൽ ഇനി മേലാൽ നീ മന്ത്രവാദമൊന്നും ചെയ്യരുത്. ഞാൻ ദൈവത്തെ മറന്നും ജനങ്ങൾക്ക് ഉപദ്രവമായും യാതൊന്നും ചെയ്യാറില്ല, മേലാൽ ചെയ്യുകയുമില്ല. അതിനാൽ പഠിച്ച വിദ്യ ജനങ്ങൾക്ക് ഉപകാരപ്രദമാം വിധം പ്രയോഗിക്കാൻ കൽപ്പിച്ചനുവദിക്കണം, കത്തനാർ പറഞ്ഞു. അല്പനേരത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കത്തനാരുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചുകൊള്ളുവാൻ ബാവ അനുമതി നൽകി. കടമറ്റത്ത് കത്തനാരുടെ വീരകഥകൾ ഇനിയും ധാരാളമുണ്ട്. മലാരിയ മൂപ്പനിൽ നിന്നും പിന്നെ കത്തനാരുടെ തന്നെ സ്വയസിദ്ധികൾ കൊണ്ടും സ്വായത്തമാക്കിയതാണ് കത്തനാരുടെ മാന്ത്രിക, താന്ത്രിക, മായാജാല വിദ്യകൾ.